യെസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ചക്കരമക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഇന്നൊരു നട്ടപ്പാതിര ലൈവാണ്, ഒരു നട്ടപ്പാതിര ലൈവ്. കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും സുഖം തന്നെ അല്ലെ, നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കുകയാണ്. ലൈവ് എന്ന് പറയുന്നത്, ലൈവ് നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാം അല്ലെ, എപ്പോ വേണമെങ്കിലും പോവാം. പഠിക്കാൻ നിങ്ങൾ റെഡി ആയാൽ മാത്രം മതി. ഇത് എപ്പോഴെങ്കിലും ഒക്കെ കണ്ടാൽ മതി കേട്ടോ. റിവിഷൻ ആണല്ലോ അല്ലെ, ഓൾറെഡി കഴിഞ്ഞതാണ്. നമ്മുടെ മൂന്നാം ക്ലാസ്സിന്റെ നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? നോക്കട്ടെ എന്റെ സൗണ്ട് റെഡിയാ. ഓക്കെ, അപ്പൊ എല്ലാരും അടിച്ചു കയറി വാ, എല്ലാരും അടിച്ചു കയറി വാട്ടോ. ടൈമുണ്ട്. കുറെ കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങും. നിങ്ങളൊക്കെ വരട്ടെ. കമന്റ് ഇട്ടോളൂ. കേൾക്കുന്നവരൊക്കെ കമന്റ് ഇട്ടോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതിൽ കമന്റ് ഇടാൻ വേണ്ടി പറ്റൂ കേട്ടോ. അങ്ങനെ നിങ്ങൾ നോക്കണ്ട, ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കമന്റ് ഇടാൻ പറ്റൂ. വേഗം പാടാ, കമന്റ് ഇടറാ, വേഗം വന്നിട്ട് കമന്റ് ഇട്. കമന്റ് എന്തെങ്കിലുമൊക്കെ ഇടണോ, ഞാൻ കാണട്ടെ നിങ്ങൾ ആരൊക്കെയാ വന്നതെന്നുള്ളത്. ഇത് ഇതിന്റെ എന്തോ ഫോണിന്റെ അങ്ങനെ കുഴപ്പമാണ്, ഇതിലൊന്നും വരുന്നില്ല കമന്റ് ഒന്നും. ആരൊക്കെയോ കാണുന്നൊക്കെ ഉണ്ട്. ഓക്കെ, റെഡി. അപ്പൊ നമ്മളങ്ങോട്ട് തുടങ്ങിയാലോ? എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. മൂന്നാം ക്ലാസ്സിന്റെ ഇപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എത്രയും ദിവസം ലീവായിരുന്നു അല്ലെ. ഇനിയിപ്പോ നാളെ സ്കൂളിൽ പോണ്ടേ. എന്താ ശരി, നാളെ ഇപ്പൊ എന്താ ചെയ്യാ? സ്കൂളിൽ പോണ്ടേ? നാളെ ലീവ് എടുക്കുക നിങ്ങള്. ചെയ്യരുത് കേട്ടോ, ഒരാഴ്ച ലീവാ. കള്ളമടിയുണ്ട് അങ്ങക്ക്. ഞാൻ രാവിലെ നേരത്തെ പോകും സ്കൂളിൽ. ഞാൻ രാവിലെ, എനിക്ക് സ്കൂളിലായിട്ട് എന്തോ ഒരു വിഷമേന്. നിങ്ങൾക്ക് എങ്ങനെയാ? സ്കൂളിലായിട്ട് വിഷമമുണ്ടോ? എന്റെ മാതിരിയാണോ നിങ്ങള്? എന്റെ മാതിരി നല്ല കുട്ടിയാണോ? എനിക്ക് ഭയങ്കര വിഷമായിരുന്നു സ്കൂളിൽ പോയിട്ട്. സ്കൂൾ തുറക്കായിട്ടൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. നോക്കണ്ടോ? അല്ലെങ്കിൽ നാളെയും കൂടി ഇത് ലീവ് നോക്കിയിരിക്കുകയാണോ? മഴയൊന്നും ഇല്ലല്ലോ, എല്ലാവരും സേഫ് അല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ, ഒരു ഹായ് ഒക്കെ ഇട്ടോളൂ കേട്ടോ. ഒരു ഹായ് ഒക്കെ വന്നോട്ടെ, ഹായ് ഒക്കെ വരട്ടെ. എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഒരു ഹായ് എന്തെങ്കിലും നമ്മൾ ഒരു ലവിന്റെ ഒരു ഇമോജി ഇട്ടേ, ഒരു റെഡ് ഹാർട്ട് ഇട്ടേ. എനിക്ക് ഒരു റെഡ് ഹാർട്ട് ഇട്ട് തന്നെ, ഒരു റെഡ് ഹാർട്ട്. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഇടാൻ അറിയോ നോക്കട്ടെ. അല്ലാണ്ട് വെറുതെ അങ്ങനെ കണ്ടുന്നാ പറയാ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഇതിൽ കമന്റ് ഇടാൻ പറ്റൂ കേട്ടോ. ലൈവ് കമന്റ് അങ്ങനത്തെ ഒരു മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഏകദേശം കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. 10-30 ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലെ. 30 ആളാണ് 30 ആള്. ഓക്കെ, രണ്ടാണ്. ഇനി ഒരാളാണ്. ഇനി ആരും ഇല്ലെങ്കിലും ഞാൻ ക്ലാസ് എടുക്കും. എപ്പോഴെങ്കിലും ഉള്ള സമയത്ത് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ കാണണമെന്നില്ല ലൈവ്. ഓക്കെ, റെഡി. നാളെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് അറബിയുടെ ഒന്നാമത്തെ യൂണിറ്റ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്, ആരൊക്കെയോ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. സൽമ എസ് ഒക്കെ ഒരു ഹായ് പറയുന്നുണ്ട്. ഷമീറ സെമി കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, റെഡ് ഹാർട്ട് താഴെ ഒരു കമന്റ് ആയിട്ടിട്ടാ. റെഡ് ഹാർട്ട് ആരൊക്കെയോ റെഡ് ഹാർട്ടിന്റെ മുകളിൽ ഞെക്കിയിട്ട് ഇങ്ങനെ റെഡ് ഹാർട്ട് ഇങ്ങനെ ബ്ലൂ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഒപ്പനയും കഥകളിയും തിരുവാതിരയും ഒക്കെ ആയിട്ട് നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. മൂന്നാം ക്ലാസ്സിന്റെ അറബിയാണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അസ്ഇദഖു നൂറുൻ എന്നാണ്. സത്യസന്ധതയാണ്. കള്ളത്തരം പറയാൻ നമ്മൾ പാടില്ല, സത്യം പറയണം നമ്മൾ ഇല്ലേ. എങ്ങനെ ആന കുത്താൻ വന്നാലും നിന്ന് സത്യം പറയണം, അങ്ങനെയാണ് പറഞ്ഞത് ഇല്ലേ? അങ്ങനെയാണോ? ആന കുത്താൻ വന്നാൽ ആനനോട് അതൊക്കെ എന്തായിക്കില്ല അങ്ങനെ പറയുന്നത്. അതെന്തോ അങ്ങനെയൊക്കെ നോക്കട്ടെ. നിങ്ങൾ എന്തെന്നെയാണെങ്കിലും സത്യം പറയണം എന്നാണ്. സത്യം നമ്മൾ പറയണം, കള്ളത്തരം നമ്മൾ പറയണം. കള്ളത്തരം പറഞ്ഞാലുണ്ടല്ലോ, കളവ് പറഞ്ഞാല് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ പിടിക്കപ്പെടും, ഉറപ്പാ. കളവ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ അന്നേരം നമ്മൾ രക്ഷപ്പെടും. കളവ് പറഞ്ഞാൽ അന്നേരം നമ്മൾ രക്ഷപ്പെടും, പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ പിടിക്കും കേട്ടോ. അപ്പോ കളവ് വേണ്ട, സിദഖ് സത്യസന്ധത നമുക്ക് വേണ്ടേ? സത്യസന്ധതയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു സത്യസന്ധത എന്ന് പറയുന്നത് നൂറാണ്. നൂറ് എന്ന് പറഞ്ഞ പ്രകാശമാണ്. സത്യസന്ധത എന്ന് പറയുന്നത് നൂറാണ്. നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം, വെളിച്ചമാണ് നൂറ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു സത്യസന്ധത നമുക്ക് വേണം, പ്രകാശം വേണം, നൂറ് വേണം അല്ലേ? അങ്ങനൊക്കെ അല്ലേ നമുക്ക്? അങ്ങനെയല്ലേ? ഞാൻ പറയട്ടെ, കൂടുതൽ തള്ളിവിടാതെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടക്കട്ടെ. ഹായ് പറയുന്നുണ്ട്. സൽമ തന്നെയാണല്ലോ ഹായ് പറയുന്നത്. ഹായ് സൽമ. ഹലോ സൽമ, ഹൗ ആർ യു സൽമ? നിങ്ങളെ പേരൊക്കെ എന്താടാ? പേരൊക്കെ ടൈപ്പ് ചെയ്ത് കേട്ടോ എന്താന്നുള്ളത്. ഓക്കെ, റെഡി. നേരെ നമ്മൾ താഴോട്ട് പോവാണ്. അൻത സ്വാദ്യപ്പൻ എന്ന് പറയുന്ന ഒരു പാഠത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അൻത അല്ലെ, അൻത സ്വാദ്യപ്പൻ. അൻത എന്ന് പറഞ്ഞാൽ എന്താ? അൻത എന്ന് പറഞ്ഞാൽ ഇഞ്ഞി ഇല്ലേ? നമ്മള് കോഴിക്കോട്ടക്കാരൊക്കെ പറയാ ഇഞ്ഞി എന്നാ പറയാ. ഇഞ്ഞില്ലേ? ഇഞ്ഞി. നീ അതാണ് അല്ലെ അൻത. ആണിനാണ് അൻത എന്ന് പറയാം. ഇപ്പൊ പെണ്ണിനാണെങ്കിലോ അൻറ്റി എന്നല്ലേ പറയാ. അൻത സ്വാദ്യപ്പൻ അല്ലേ? നീ ആരാണ്? നീ സത്യസന്ധത. നീ നല്ല സത്യസന്ധത ഉള്ള ഒരു ചങ്ങായിയാണ് അല്ലേ? നോക്കാൻ നമുക്ക് അല്ലേ? സാധിക്കുന്നുണ്ടോ നമ്മളെ കൂട്ടത്തില്? ഹായ് ജവ്വാൽ. സിനാനാണ് ചങ്ങായിന്റെ പേരാണ്. ചങ്ങായിന്റെ പേര് സിനാൻ എന്നാണ് കേട്ടോ. സിനാനാണ്. ഹസ്ന എനിക്ക്. ഹലോ ഹസ്ന എനിക്ക്. ഹായ് ഹസ്ന എനിക്ക്. ഓക്കെ, റെഡി. അപ്പോ
ഈ ചങ്ങായിന്റെ പേര് സിനാൻ എന്നാണ്. ഈ ഫോണും പിടിച്ചിരിക്കുന്ന ചങ്ങായില്ലേ, ഓന്റെ പേര് സിനാനാണ്. ഓന് നമ്മളെ ജവ്വാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ ഓൻ എടുത്ത് അല്ലേ. അപ്പൊ മൊബൈൽ ഫോൺ എടുത്ത് പെട്ടെന്ന് ഓന്റെ കൈമെന്ന് സക്കത്ത നിലത്ത് വീണുപോയി മൊബൈൽ ഫോൺ. ആ സക്കത്ത എന്ന് പറഞ്ഞാൽ നിലത്ത് വീണുപോയി അല്ലെ, നിലത്ത് വീണുപോയി. അങ്ങനെ ആ സംഭവം എന്ത് ചെയ്തു, പൊട്ടിയും പോയി. ഭയങ്കര പൊട്ടിയും പോയി അല്ലേ, ചെറുങ്ങനെ പൊട്ടിപ്പോയി. ഈ സാധനം നിലത്ത് വീണാ പൊട്ടിപ്പോയില്ലേ. മോനെ കഴിഞ്ഞ വണ്ടിമ പോകുമ്പോ ഞാൻ എന്തോ നമ്മൾ ഈ ചില കീശയിലൊക്കെ ഫോൺ ഇട്ടാണ്ടല്ലോ, പിന്നെ വണ്ടിമ പോകുമ്പോൾ ചിലപ്പോൾ വീണു. അങ്ങനെ ഒരൊറ്റ പോക്ക് നിലത്ത് വീണ് ഡിസ്പ്ലേ ഒക്കെ പോയി. എത്രയാ പൈസ എന്ന് പറയുന്നത് നന്നാക്കാൻ. റബ്ബോ പറയണ്ട, ഫോണിന്റെ കഥ പറഞ്ഞപ്പോ പറഞ്ഞതാ. അപ്പൊ വാപ്പ വന്നപ്പോ ജവാലി എന്റെ ഫോണ് പഠിച്ചോനെ, എന്റെ ഫോണ് പോയി. അതോ എന്റെ ഫോണ് പോയി. ഇനി എത്ര പൈസയിൽ ചെലവാക്കണം ഞാൻ, എന്റെ ഫോണ് പോയി. ഡാഡ വന്ന് ചോദിച്ചു. ഡാഡ വന്ന് പക്ഷെ മൂപ്പര് നല്ല സന്തോഷത്തിലാട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ഓരോടോ പൊട്ടിച്ചത് ഓരോടോ പൊട്ടിച്ചത് അങ്ങനെ ഞാൻ ചോദിക്കാം. ഞാൻ അങ്ങനെയാണെങ്കിൽ പക്ഷെ ഈ ഒരു വാപ്പ പാവടാടെ കേട്ടോ. ഇയാള് വന്നിട്ട് ആരാ ഇത് പൊട്ടിച്ചത്, ചിരിച്ചോണ്ടാ ചോദിച്ചത്. അങ്ങനെ തന്നെ ചിരിച്ചോട് ചോദിച്ചാൽ തന്നെ ആരെങ്കിലും പറയൂ ഞാനാ പൊട്ടിച്ചത് പറയൂലേ. ഞാൻ ചോദിക്കുന്നതിന്റെ ആദ്യം ഓരോടോ അത് പൊട്ടിച്ചത് സത്യം പറഞ്ഞോ, ആരാ പൊട്ടിച്ചതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരം പറയൂല. അപ്പൊ ഇയാള് ഈ ഡാഡ പാവണ്ടാടെയാ, നല്ല ഡാഡയായിരിക്കും മൂപ്പര്. നല്ലൊരു അല്ലേ, നല്ലൊരു ഇത്. സൽമ എസ് ആരാണ്, ഐഫ റുക്കിയ. ഹായ് ഐഫ റുക്കിയ, ഹലോ റെഡി. അപ്പൊ അത് കഴിഞ്ഞ് ഇയാള് ചോദിക്കുക, ഒരാളോട് ചോദിക്കുക, അൻറ്റിയാ ഫാത്തിമ ഇഞ്ഞാണോ ഫാത്തിമ പൊട്ടിച്ച്? അടുത്ത ലാ ബാബ, ഞാനല്ല കേട്ടോ, ഞാനല്ല പൊട്ടിച്ച്. പിന്നെ അടുത്ത അൻതയാ ഷിഹാബേ ഇഞ്ഞാണോ പൊട്ടിച്ചേ? ഷിഹാബ് അൻതലാഷില്ലേ, അൻറ്റി കണ്ടോ, പെണ്ണിന് നമ്മള് അൻറ്റി എന്നാണ്. അൻറ്റിയാ ഫാത്തിമ, ഇഞ്ഞാണോ ഫാത്തിമ അത് പൊട്ടിച്ച്? അല്ല പിന്നെയോ. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അൻതയാ ഷിഹാബ് ഇഞ്ഞാണ് അത് പൊട്ടിച്ച്? ഇഞ്ഞാണോടാ അത് പൊട്ടിച്ച് ചോദിക്കാണ്. നമ്മളെ മറ്റേ ചെങ്ങായി പറയാണ്. ആരാണ് ചെങ്ങായിന്റെ പേരെന്തേനും? സിനാൻ എന്നങ്ങനല്ലോ അവന്റെ പേര്, അങ്ങനല്ല നമ്മളോട് പറഞ്ഞേ അല്ലേ, എന്നോട് മറന്നു ഇനി. സിനാൻ തന്നെ, ഓക്കെ സിനാൻ. അപ്പൊ ചെങ്ങായി പറയാണ്, അനയാ ബാബാ സഖതമിന്യതി, ഉപ്പ ഡാടാ അല്ലെ വാപ്പ, ഞാനാണ് അത് പൊട്ടിച്ച്, എന്റെ കൈമന്ന് വീണ് പോയതാണ് കേട്ടോ, എന്റെ കൈമന്ന് എന്ത് ചെയ്തതാണ്, അത് വീണ് പോയതാണ്. യാ ബുനയ്യ അൻത സ്വാദിഖുൻ, യാ ബുനയ്യ അൻത സാദിഖുൻ, അൻത സ്വാദിഖുൻ, യാ ബുനയ്യ എന്റെ പൊന്നു മോനെ, എന്റെ ചക്കര മോനെ അൻത സാദിഖുൻ. ഷമീറ ഷെൻസ റഹീം, ഹായ് ഷെൻസ റഹീം. ഹാജറ ഗഫൂർ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹലോ. ഓക്കെ, കുൻ ഹദിറൻ. ഇനി എന്തേ, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിക്കണം. അമ്മ പറയാ, അമ്മ വെയിനായി വന്നിട്ട് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഫോണൊക്കെ എടുക്കുമ്പോ അങ്ങനെ നിലത്തൊന്നും വീണ് പോകരുത്, ശ്രദ്ധിക്കണം പറയണം. ഓക്കെ, അപ്പൊ അടുത്തൊരു സംഭവം, കുലിൽ ഹഖ വലൗ കാന മുറ. കുലിൽ ഹഖ് എന്ന് പറഞ്ഞാ നിങ്ങള് ഹക്ക് പറയും, സത്യം പറയും. എത്ര കയ്പുള്ളതാണെങ്കിലും, എത്ര കയ്പുള്ളതാണ്, എത്ര പ്രയാസം ഉണ്ടാക്കുന്നതിന്, എത്ര സത്യം പറയണം മക്കളെ. സത്യസന്ധമാണ്, കള്ളത്രം പറയരുത്. നമ്മൾ കളവ് പറയാനേ പാടില്ല, സത്യസന്ധത അതുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് കേട്ടാ. റെഡി. അപ്പോൾ ഇതിന്റെ മുമ്പിൽ നമ്മൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടില്ല, അത് ഇതിൻ്റെ അകത്ത് ഇല്ലേ, അത് പോയോ? ഇതിന്റെ മുമ്പിൽ ഒരു പേജ് ഇല്ലേനടാ, അത് പോയി തോന്നുന്നില്ലേ. ഒരു പേപ്പർ കട്ടിങ്സിന്റെ ഒരു പേജ് ഉണ്ടായിരുന്നല്ലോ, അത് എവിടെ പോയി? ഇവിടെയാണ് തോന്നുന്നത്. പേപ്പർ കട്ടിങ്സിന്റെ ഒരു പേജ് ഇല്ലേ, ആ പേപ്പർ കട്ടിങ്സിലൊക്കെ പറയുന്നത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ടെക്സ്റ്റിൽ ഉണ്ടാവും. ആ പേപ്പർ കട്ടിങ്സിലൊക്കെ പറയുന്നത് എന്താ, പിന്നെ ഇവിടെ വന്ന് പൈസ ഒക്കെ വീണ് കിട്ടിയിട്ട് അത് തിരിച്ചു കൊടുത്തതൊക്കെ അല്ലേ സത്യസന്ധത, അങ്ങനെയല്ലേ നിങ്ങൾ പല പേപ്പറിലൊക്കെ കാണല്ലേ. പൈസ വീണ് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുക, പിന്നെ സ്വർണ്ണ വീണ് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുക അല്ലെ. നമ്മളൊക്കെ ആണെങ്കിലോ 2 ലക്ഷം റുപ്യ വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മള് പോക്കറ്റിൽ ഇട്ടിട്ട് എന്റെ ഫോനെ ഒന്നും പറയണം, മന്തി വാങ്ങി തിന്നും, ബിരിയാണി, സൈക്കിള്, ഫോണ്, എന്തൊക്കെയാ നമ്മള് വാങ്ങുക അല്ലെ. അങ്ങനെയല്ല നമ്മൾ ചെയ്യാ അല്ലെ. പൈസ ഒക്കെ വീണ് കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ചെയ്യാ? ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാ? അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫാത്തിമ റഷ, ഹായ് ഫാത്തിമ റഷ. ആമിന സിയ, ഹായ് ആമിന സിയ. അമീൻ അഫ്രിൻ അംജദ്, എന്റെ മോനെ ഇത്രങ്ങാൻ ആൾക്കാര് മോനെ. അമീൻ അഫ്രിൻ അംജദ്, നല്ല വിചാരം കേട്ടത്. റെഡി. അപ്പൊ നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ്. ഇവിടെ നമ്മളോട് എന്തോ ഒരു കളി കളിക്കാൻ പറഞ്ഞു, നമ്മൾ സ്കൂളിൽ കളിച്ചിട്ടുണ്ടാവും അല്ലെ. അനാനസ്, ഞാൻ അനസാണ്. മൻ അൻതി ല്ലേ, മൻ അൻതി, നീ ആരാ? അൻതി എന്ന് ചോദിച്ചാൽ പെണ്ണിനോടെ ചോദിക്കാൻ പറ്റും. മൻ അൻതി. ആണിനോട് പോയിട്ട് മൻ അൻതാൻ ചോദിച്ചാൽ ഒറ്റ ഓർത്ത് തരുവാൻ, ഞാൻ ആണാണ്, ഞാൻ പെണ്ണൊന്നല്ല
അല്ലെ. മൻ അൻതി. ഇപ്പൊ പറയാണ് അന ഫാത്തിമ മൻ അൻത. അടുത്തൊരാണിനോട് ചോദിക്കാണ് മൻ അൻത. അപ്പൊ പറയൂ അന മുഹമ്മദ് അല്ലെ. അവന്റെ പേര് പറയാം, അവന്റെ പേര് എന്താണോ പേര് പറയാം അല്ലെ. അപ്പൊ പറയൂ പിന്നെ ഇവന്റെ പേരെന്താ, അവന്റെ പേര് എന്തെങ്കിലും ഒരു പേര് അല്ലെ, ഒരാണിന്റെ പേര് പറയാം. എന്നിട്ട് അടുത്തത് ഇവിടെ മൻ അൻതി അല്ലെ, ഇവിടെ മൻ അൻതി. അപ്പൊ ഇങ്ങനെ കളിക്കല്ലേ, നീ ആരാ നീ ആരാ, മൻ അന അല്ലെ, മൻ അൻത അല്ലെ, മൻ അൻത മൻ അൻതി മൻ അൻത അല്ലെ. ആണിനോട് ചോദിക്കാം മൻ അൻത, പെണ്ണിനോടാണെങ്കിലോ മൻ അൻതി, നീ ആരാ. രണ്ടിന്റെ ഉത്തരല്ല, രണ്ടിന്റെ അർത്ഥം എന്താ, നീ ആരാന്നാണ് രണ്ടിന്റെ അർത്ഥം അല്ലേ, അതാണ് രണ്ടിന്റെ അർത്ഥം. മൻ അൻതാന്ന് ചോദിച്ചാലും നീ ആരാന്നാണ്, മൻ അൻതി എന്ന് ചോദിച്ചാലും നീ ആരാണ്. ഓക്കെ, അപ്പൊ എനിക്ക് കുറെ ആൾക്കാരുടെ പേരും കൂടെ പറയാനുണ്ട്. ഫാത്തിമക്ക് ഒരു ഹായ് കൊടുക്കാനുണ്ട്, ഇനി അടുത്തത് ആയിഷ ഷിഫക്ക് ഒരു ഹായ് കൊടുക്കാനുണ്ട്, ഹനിയ ഫറൂഖിന് ഒരു ഹായ് കൊടുക്കാനുണ്ട്. ഇവർക്കൊക്കെ ഹായ് കൊടുക്കാനുണ്ട്. ഇവരൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് നമ്മുടെ ക്ലാസ് കാണുന്നവരാ. ഈ കുട്ടികളൊക്കെ പേര് എഴുതിയിട്ട കുട്ടികളൊക്കെ എന്താ മക്കളുകളും നോക്കി, ഇവരെ മാതിരിയുള്ള മക്കളുടെ ചക്കര മക്കളാണ്. നിങ്ങളെ മാതിരിയുള്ള മക്കൾ എവിടെയെങ്കിലും ഉണ്ടാവും. ഈ നട്ടപ്പാതിരിക്ക് വന്നിട്ട് അറബി ക്ലാസ് കാണുന്നത് റെഡി. അത് കഴിഞ്ഞ നേരമാണ് അടുത്തേക്ക് പോവാണ്. യെസ്, ഇവിടെ യാ സൽമ. അപ്പൊ നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, അൻത പഠിച്ചു, അൻതി പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ ഇതിന്റെ മുന്നിലത്തെ ഈ ഒരു പാഠത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സഖത, അഖദ അല്ലെ, അഖദ അല്ലെ, അഖദ എടുത്തു അല്ലെ, സഖത അല്ലെ. റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത അക്ഷരങ്ങൾ കണ്ടില്ലേ ഇല്ലേ, അത് കണ്ടില്ലേ, അക്ഷരങ്ങളല്ല വാക്കുകൾ. അതുപോലെ തന്നെ കസറ അല്ലെ, കസറ. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. അൻതി, അൻത, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സംഭവങ്ങളാണ്. അതാണ് പാഠത്തിൽ മെയിൻ ആയിട്ടുള്ളത്. അത് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം. അപ്പോ ഈ സംഭവം പോവാം, ഇവിടേക്ക് നമുക്ക് വരാം. യാ സൽമ അൻതി റാഖിസത്തുൻ, യാ സൽമ അൻതി റാഖിസത്തുൻ. ഏ സൽമ അൻതി റാഖിസത്തുൻ, നീ നൃത്തം ചെയ്യാണ്, നീ ഡാൻസ് കളിക്കുകയാണ് അല്ലെ. മറ്റേ ഇപ്പോഴത്തെ പുതിയ പാട്ടില്ലേ, ഏതെങ്കിലും പാട്ട്, ഒന്നാം കുഞ്ഞിലോടിയെത്തും അങ്ങനത്തെ ഒരു പാട്ടില്ലേ, പുതിയൊരു പാട്ട് അല്ലേ. എടാ ഈ ആരെ പേരൊക്കെ ഞാൻ വിളിച്ച്, ഫാദിയ, ഹായ് ഫാദിയ. സഹറ ബത്തൂൽ, ഹായ് സഹറ ബത്തൂൽ. എല്ലാവർക്കും ഹായ് ഉണ്ട്. നിങ്ങളെ പേരൊക്കെ അടിയിൽ എഴുതി വിട്ടോളൂ. കമന്റ് ചെയ്യാൻ പറ്റാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്താലേ കമന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ലൈവ് കാണണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് അല്ലേ ചെയ്തിട്ടേക്ക്. പിന്നെ നമ്മുടെ അടിയിൽ കൂടെ ഇങ്ങനെ നമ്പർ പോകുന്നുണ്ട്, ഗ്രൂപ്പിലില്ലാത്തവരെ കയ്യിൽ ജോയിൻ ചെയ്തോടി. അറബി മാത്രമല്ല എല്ലാ ക്ലാസ്സും വരും, കഴിച്ചു പഠിക്കാം. അപ്പൊ കാര്യം പറയാം. അപ്പൊ നമ്മളെന്തായാലും ഒന്നാം കുഞ്ഞിനോടിയെത്തും പഠിച്ചിട്ട് വരാം കേട്ടോ. അടുത്ത ക്ലാസ് പാടുന്നില്ല പാടാൻ. അപ്പൊ ഈ സംഭവം എന്താ, റാഖിസത്തുൻ എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യ അല്ലെ, അൻതി റാഖിസത്തുൻ. അപ്പൊ അടുത്തത് ഇവിടെ എന്താ വരിക, യാ സലീം അൻത റാഖിസുൻ അല്ലെ. ഇവിടെ എന്താ വരിക, അൻത, അൻത റാഖിസുൻ അല്ലെ. ഇനി അടുത്തതോ യാ റാഷിദ് അൻത, അൻത ഖാരിഉൻ അല്ലെ. ഇനി അടുത്തതോ യാ മീനു, മീനു അൻതി അവിടെ വരിക അല്ലെ, അൻതി, അൻതി ഖാരിഅത്തുൻ അല്ലെ. യാ ബാബു അൻത അല്ലെ, അൻത. ഇതൊക്കെ നമുക്ക് സിമ്പിൾ, അതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. ഏറ്റവും വലിയ സംഭവം ഒന്നല്ല അല്ലെ. ഇവിടെ ലീനയും കൂടി ഉണ്ട്. യാ ലീന അൻതി അല്ലെ, അൻതി ലാഇബത്തുൻ അല്ലെ. ഓക്കെ റെഡി. അപ്പൊ അൻതി ലാഇബത്തുൻ ഇതാണ് സംഭവം. അപ്പൊ ഒന്നാമത്തത് യാ സൽമ അൻതി റാഖിസത്തുൻ. പിന്നെയോ അൻതി റാഖിസുൻ അല്ലെ, ഡാൻസ് കളിക്കുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്, കളിക്കുന്നവരുണ്ട്. അതായത് വെറും കളി കളിക്കുന്നത്, ഫുട്ബോളൊക്കെ ഇങ്ങനെ മോനെ എന്റെ പാന്റ് കാണുന്നുണ്ടോ, ഹായ്. ആടാ ഈ പാന്റില്ലടാ, ഈ പാന്റൊക്കെ ഇട്ടിട്ട് വണ്ടിമ പോയി കഴിഞ്ഞാലുണ്ടല്ലോ കീശന്ന് ഫോൺ കൊടുക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ടായിട്ടുണ്ട്. റെഡി. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. അൻത അൻതി ഇതൊക്കെ എന്താണ് സംഭവം, നീ അത്രേ ഉള്ളൂ, ഏറ്റവും വലിയ സംഭവം ഒന്നല്ല. ഈ പാഠത്തിൽ അത് തന്നെയാണ് അൻത അൻതി. അത് പഠിച്ചു കഴിഞ്ഞു. അതിന് ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് അല്ലെ, ജസാഉസ്യദം അല്ലെ. ജസാഉസ്യദം, സത്യസന്ധത എന്ന് പറയുന്ന സംഭവം വളരെ വലിയ സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു കഥ പറയുന്നുണ്ട് അല്ലെ. കാനഫി ഖറിയത്തി മുസാരിഉൻ, കാനഫി ഖറിയത്തി മുസാരി. ഒരു ഖറിയയിൽ ഒരു മുസാരി ഉണ്ട്. മുസാരി എന്ന് പറഞ്ഞാൽ ആരാ, മുസാരി എന്ന് പറഞ്ഞാൽ ആരാ, മുസാരി കൃഷിക്കാരനാണ് അല്ലെ, കൃഷിക്കാരനാണ് അല്ലെ. ഇസ്തറ അവര് വാങ്ങി അല്ലെ, ഇസ്തറ അവര് വാങ്ങി. എന്താ വാങ്ങിയത്, ബിമിഅത്തി ദീനാർ. ഇസ്തറ മസ്റഅതൻ അല്ലെ. എന്താ അവര് വാങ്ങിയത്, മസ്റഅതൻ. എന്താ വാങ്ങിയത്, കൃഷി സ്ഥലം അവര് വാങ്ങി. ബിമിഅത്തി ദീനാർ, മിഅത്തി ദീനാർ അല്ലെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മിഅത്തി ആയിക്കോട്ടെ. ഈ റബ്ബറിന്റെ വലിപ്പം കുറയ്ക്കാൻ എന്താക്കി ചെയ്യുക, പെൻസിൽ ഇറേസർ അത് മതി, ചെറുത് മതി. മിഅത്തി ദീനാർ. ഓക്കെ, ബിമിഅത്തി ദീനാറൻ, മിഅത്തി ദീനാർ അല്ലെ. 100 ദീനാറിനാണ് എന്ത് ചെയ്തത്, അവര് പൈസ വാങ്ങിയത്. 100 ദീനാറിനാണ്. അവര് എനിക്ക് കുറച്ച് ആൾക്കാരുടെ പേരൂടെ വായിക്കാനുണ്ട്. അംന, ഹലോ ഹംന.
ഹഫ്സത്ത്, ഹലോ ഹഫ്സത്ത്. ഓക്കെ റെഡി. എന്തെങ്കിലും കിട്ടോളടാ അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാട്ടിലല്ല, ഒരു ഗ്രാമത്തില്, ഒരു കറിയയില് ഒരു മുസാരി, ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ആ കൃഷിക്കാരന് 100 ദീനാറൻ 100 ദീനാറിന്, പണ്ട് അങ്ങനെയാണല്ലോ, ദീനാറൊക്കെ ആണല്ലോ അല്ലെ, ഗൾഫ് പോയാൽ ദിർഹം അങ്ങനല്ല, ദിറംസ്, 1 ദിറംസ് 2 ദിറംസ് അല്ലെ, അങ്ങനെയൊക്കെ. അപ്പൊ ഈ 100 ദീനാറിന് കൃഷിസ്ഥലം വാങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നേക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ചെങ്ങായി എന്ത് അറിയുന്നത് ഇങ്ങനെ തന്നെ പറയുന്നത്, അറിയുന്ന ഒന്നുകൂടി പറഞ്ഞാൽ അത് നല്ലതല്ലേ, നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ടൂടെ? ഇപ്പൊ നാളെ മറന്നുകൊണ്ടല്ലോ, അതൊക്കെ ചിലപ്പോൾ മറന്നു. ചില ആൾക്കാർ ബുക്കൊക്കെ ചിലപ്പോൾ അവിടുത്തെ എഴുതെങ്കിലും തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും. അറബി ബുക്കോ അല്ലെ മറ്റേ ബുക്കൊക്കെ ഇപ്പൊ എഴുതെങ്കിലൊക്കെ തപ്പിപ്പിടിച്ചെടുക്കേണ്ടി വരും അല്ലേ. ബുക്കൊക്കെ എവിടെയോ അല്ലേ ഉണ്ടാകും, ഒരാഴ്ചയിൽ ഇപ്പൊ ലീവായിട്ട് ചെതലൊക്കെ പിടിച്ചൊക്കെ നോക്കണം കേട്ടോ, പാമ്പൊക്കെ ഉണ്ടോ നോക്കണം, അത് ബാഗിലൊക്കെ തട്ടി വെക്കും. ഒരാഴ്ച ആയിട്ടുണ്ടാവില്ല, വേഗമൊക്കെ തൊട്ടിട്ട് എന്താ സ്ഥിതി. അടുത്തൊരു പുതിയ വാക്കാണ് അദ്ദേഹം കൃഷി എന്ത് ചെയ്തു, കൃഷി ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. പിന്നെയോ അദ്ദേഹം കണ്ടു, എന്താ കണ്ടത്, ഒരു ഉൽബ കണ്ടു, ഒരു പെട്ടി കണ്ടു, സ്വർണത്തിന്റെ നാണയത്തിനുള്ള പെട്ടി. എന്റെ മോനെ, ഇവർക്കൊക്കെ ആണല്ലോ സ്വർണ്ണ നാണയത്തിന്റെ പെട്ടിയും പൈസയും ഒക്കെ കിട്ടുന്നത്, നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് റോഡിൽ നിന്ന് പിന്നെ റീഫില്ലർ പോയ പേന, അല്ലെങ്കിൽ നെയിം സ്ലിപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ അല്ലെ, അങ്ങനത്തെ സാധനങ്ങളല്ലേ കിട്ടുക. അങ്ങനത്തെ സാധനം നമുക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾ കിട്ടിക്കോ. അങ്ങനത്തെ ഇതുവരെ എന്റെ ലൈഫിൽ ഇതുവരെ അങ്ങനത്തെ ഒരു വിലപിടിപ്പുള്ള സാധനങ്ങൾ എനിക്ക് വീണ് കിട്ടിയില്ല. അതൊന്ന് ആലോചിച്ചോട്ടെ, ഇല്ല കിട്ടിയില്ല അങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനം. ചില സമയത്ത് ഞാൻ ഇവിടെ പഠിത്തങ്ങാൻ എവിടെ ഒന്ന് പോയ സമയത്ത് നിലത്തുനിന്ന് എനിക്കൊരു റിങ് കിട്ടിയ ഗോൾഡിന്റെ ആണ്. ഞാൻ വെച്ച് ഗോൾഡിന്റെ ആയിട്ട് വേഗം എടുത്ത് കീശലിടാതെ നോക്കിയാലോ, അവിടെ കൊടുക്കാലോ, ഏൽപ്പിക്കാലോ, നിങ്ങൾ വിചാരിക്കല്ലോ എന്നെ കള്ളനാക്കരുത്. ഞാൻ എടുത്ത് ഞാൻ നോക്കി ഗോൾഡിന്റെ റിങ് ആണല്ലോ, സാറാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നോക്കി വരെ അടി നോക്കും വേണ്ടി കളർ പോയി മറ്റേ സംഭവം. ഇത് ഗോൾഡ് കവറിങ് ഉണ്ടാവില്ല, എന്താ 30 റുപ്യൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. ഇപ്പൊ ഗോൾഡിനൊക്കെ എന്താ വില, കരുതിക്കൊള്ളിട്ടോ. അപ്പം കുട്ടികളൊക്കെ ഗോൾഡ് വിഷയമായിരിക്കും, കളയൊന്നും ചെയ്യണ്ട കേട്ടോ ഗോൾഡ്. റെഡി. അപ്പോ ഇത് പുതിയ വാക്കാണ്. ശ്രദ്ധിക്കണേ. അപ്പൊ ഇദ്ദേഹത്തിന് ആദ്യം ഉണ്ടായ ഒരു മുതലാളി ഉണ്ടല്ലോ, ഈ തോട്ടത്തിന് ആദ്യം ഒരു മുതലാളി ഉണ്ട് അല്ലെ, ആ മുതലാളിയാണ് ഇയാൾക്ക് കൊടുത്തത്, കൃഷിക്കാരന് കൊടുത്തത് അല്ലെ. പേനൊന്നും കൊടുത്ത് തിരിക്കട്ടെ, ചൂടെടുക്കും. അപ്പോ ആദ്യം ഈ ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്തു, ആദ്യം ഈ ഒരു കൃഷിസ്ഥലം വിറ്റ ഈ ഒരാളുണ്ടല്ലോ, ആ അയാൾക്ക് കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആകെ വണ്ടറടിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് ഇയാളെ ഈ ഒരു സത്യസന്ധതയിലും ഇയാളെ ഈ ഒരു വിശ്വസ്തതയിലും ഒക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് വണ്ടറടിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയും ചെയ്തു. അതാണ്. അപ്പൊ ഈ ഒരു പാഠത്തില് നമുക്ക് കഥ കേൾക്കുക അല്ലെ, വലിയ കഥ എന്ന് പറയാ കഥയൊക്കെ തന്നെയാണ് അല്ലെ, കഥയൊക്കെ തന്നെയാണ്. എന്നാൽ ഇതിന് പുതിയ കുറച്ച് വാക്കുകൾ അല്ലെ, തഅജ്ജബ, അമാനത്ത്, സിദഖ് അല്ലെ, നുഖൂദ് അല്ലെ, പിന്നെന്താ മസ്റഅൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ, സാബിഖൊക്കെ റെഡി. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ ഈ ഒരു അല്ലെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, പാഠം പഠിക്കുമ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സയാൻ ഒരു ഹായ് പറയട്ടെ. ഹായ് സയാൻ, ഹൗ ആർ യു? വന്ന് ഹായ് പറഞ്ഞോട്ടോ, എല്ലാവർക്കും ഒന്ന് ഹായ് ഉണ്ട്. ഹായ് ഫ്രീ ആയിട്ട് തരുന്നു, എല്ലാവർക്കും ഹായ് ഫ്രീ ആണേ. റെഡി. യെസ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്, അടുത്ത എണ്ണം പഠിക്കാൻ. മക്കളെ, ഈ ഒരു സംഭവം ഉണ്ടല്ലോടാ, ഈ ഒരു സംഭവം എണ്ണം, ഈ ഒരു എണ്ണം 100 വരെ എണ്ണം എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് വരൂ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ ഒരു സാധനം പരീക്ഷയ്ക്ക് വരൂ എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എണ്ണം ഇത് പഠിക്കാൻ ഈസിയാ, സിമ്പിളാ. നോക്കടാ, 10ന് അശറ എന്നാ പറയാ, 20ന് ഇശ്റൂൻ എന്നാ പറയാ, 30ന് സലാസൂൻ അല്ലെ, 3ന് എന്താ പറയാ സലാസ, അപ്പൊ 30ന് സലാസൂൻ, 4ന് അർബ, അപ്പൊ 40ന് അർബഊൻ, 5ന് ഹംസ അല്ലെ, അപ്പൊ 50ന് ഹംസൂൻ, 6ന് സിത്ത, അപ്പൊ 60ന് സിത്തൂൻ, 7ന് സബ്അ, അപ്പൊ 70ന് സബ്ഊൻ, 8ന് സമാനിയ, അപ്പൊ 80ന് സമാനൂൻ, 9ന് തിസ്അ, അപ്പൊ 90ന് തിസ്ഊൻ അല്ലെ, 10ന് പിന്നെ 100ന് പിന്നെ അതേ ഉള്ള ഒരു വ്യത്യാസം, വേറെ ഒന്നും ഒരു വ്യത്യാസമല്ല. 10 മുതൽ 100 വരെ ഇപ്പൊ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിൽ വേറെ ഒരു സംഭവമാണ്, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പഠിക്കാം ഇല്ലേ. ഇവിടെ എന്തെങ്കിലും കമന്റ് ഇടറാ, എന്താ നിങ്ങൾ ഇങ്ങനെ 10-30-40 ആൾക്കാർ ഇത് കാണണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഇടിണ്ടാ. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണോ, ഭയങ്കര തന്നെ എന്റെ മൊഞ്ച് കണ്ട് നോക്കി നിൽക്കുകയാണോ, വരുന്നില്ലല്ലോ, എന്താ ചെയ്യാ, പോട്ടെ. റെഡി. അപ്പോ
അപ്പൊ തുടങ്ങട്ടെ, റെഡി? അപ്പൊ തുടങ്ങല്ല, പോവല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് സംഭവങ്ങളെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അഷറ, ഇഷ്റൂൻ, സലാസൂൻ, അർബഊൻ, സിത്തൂൻ ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ഇവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അഷറക്ക് അഷറ എഴുതി കൊടുക്കാം. ഇവിടെ ഇഷ്റൂൻ, സലാസൂൻ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ, സബഊൻ, തമാനൂൻ, തിസ്ഊൻ, മിഅ അല്ലെ. ഈ ഒരു സംഭവം പഠിച്ചോളി മക്കളെ. ഇത് നിർബന്ധമുള്ള കാര്യമാണ്, പരീക്ഷക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ്. IMP കണ്ടോ, ഞാനിവിടെ IMP ഇമ്പോർട്ടന്റ്. ഈ ഒരു സാധനം പരീക്ഷക്ക് വന്നില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾ ഡേഷൻ ഇട്ടോ. വേണ്ട, വരും, ഉറപ്പാ വരും. അങ്ങനെ ഇട്ടോ. ഓക്കെ, റെഡി? അത് വരും, ഉറപ്പാ. അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് പോവാണ്. അപ്പൊ ഇവിടെ വസല നിയാസുൽ ബുസ്താൻ. നമ്മളെ നിയാസ് ഇങ്ങനെ തോട്ടത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ മൂപ്പർ ഇങ്ങനെ നടന്നു പോവാണ്. മൂപ്പർ അങ്ങനത്തെ പരിപാടികൾ, അങ്ങനത്തെ ഒരു മനുഷ്യനായിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഡേഷ് മാൻസാമിന ഷജറ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വാക്ക് പഠിച്ചു, വീഴുക എന്നുള്ളതിന് എന്താ പറയാന്നുള്ളത്. എടപ്പോയി ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള സാധനം ഉള്ളതാ കണ്ടോ, സഖത്ത വീഴുക എന്നുള്ളത് അല്ലെ. വീഴുക എന്നുള്ളതിന് സഖത്ത എന്നാ പറയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതി കൊടുക്കും. അല്ലാ പോയോ? ഓ മൈ ഗോഡ്, അയ്യോ പോയി ഗായ്സ്, എന്റെ എല്ലാം പോയി ഗായ്സ്. ഇല്ല, വരുടാ, വരും. അങ്ങനെ പോയാലും വരും കേട്ടോ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ എന്റെ ടാബിന് എന്തോ ദേഷ്യം പിടിച്ചതാണ് എന്നോട്. ടാബ് ദേഷ്യം പിടിക്കാൻ എല്ലാവരും നിൽക്കും. ഓക്കെ, റെഡി? അപ്പൊ ഇവിടെ എന്താ നമ്മൾ എഴുതുക? സഖത്ത അല്ലെ, സഖത്ത അല്ലെ, സഖത്ത എന്ന് എഴുതി കൊടുക്കുക. സഖത്ത മാഞ്ചാമിന ഷജറ. അപ്പൊ പിന്നെ മൂപ്പര് എന്ത് ചെയ്യാണ്? ഇത് എടുക്കുന്നതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ അല്ലെ. അഹദ അല്ലെ, അഹദ. മൂപ്പര് അത് എടുത്തു അല്ലെ, അഹദ. എന്നിട്ടോ ഡേഷ് കുലു ഫസമിഅ സൗതൻ മിന ഷജറ. അവന് ഡേഷ് കുലു തിന്നാൻ തുടങ്ങി എന്നാണ് പറയേണ്ടത് അല്ലെ. ബദഅ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ബദഅ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് ചെയ്തു അല്ലെ. സ്റ്റാർട്ട് ചെയ്തു. എന്തിനാ സ്റ്റാർട്ട് ചെയ്തത്? യഅ്കുലു തിന്നാൻ വേണ്ടിട്ട്. അപ്പോ ഫസമിഅ സൗതൻ മിന ഷജറ. അപ്പോ അവിടെ ഒരു ശബ്ദം കേട്ടു അല്ലെ, ഒരു ശബ്ദം കേട്ടു. എന്ത് ശബ്ദം അവിടെ കേട്ടത്? എന്ത് ശബ്ദം കേട്ടത്? എന്തോ ശബ്ദം കേട്ടോ. ശബ്ദം കേട്ടപ്പോ അവൻ ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ അവിടെ ചങ്ങായി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പല്ലൊഴിച്ച് കാട്ടുന്നുണ്ട്. ആ ചങ്ങായിന്റെ പേരാണ് സിഞ്ചാബ്. ആ സിഞ്ചാബാണ് ഇവിടെ അല്ലെ. അപ്പൊ ഈ സിഞ്ചാബിനെ കണ്ടു അല്ലെ, അഹദ അല്ലെ, കണ്ടു അല്ലെ, അല്ലെങ്കിൽ നോക്കി. സിഞ്ചാബിനെ നോക്കണം അല്ലെ. അഹദ അല്ലടാ. അപ്പോ സിഞ്ചാബിനെ കണ്ടു അല്ലെ. അത് നമ്മൾ അവിടെ പറയുന്നുണ്ട്. നോക്കി, ഞാൻ കാണിച്ചത്. വജദ കേട്ടോ, വജദ കണ്ടോതാ. ഇവിടെ ഒരു വാക്ക് കണ്ടോതാ, വജദ. കണ്ടില്ലേ? ഈ ഒരു വജദ എന്ത് ചെയ്യുക? അവിടെ എഴുതി കൊടുക്കുക അല്ലെ. അവിടെ എഴുതി കൊടുക്കുക. വജദ, അത്രയേ ഉള്ളൂ. അല്ല, സിമ്പിൾ കാര്യമാണ്. വജദ അവിടെ എഴുതി കൊടുക്കുക. ഇവിടെ എഴുതി കൊടുക്കുക. വജദ. ഓക്കെ. അത് കഴിഞ്ഞ് കൊണ്ട് താഴെ ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വജദ സാർ 3ാം ക്ലാസ്സിൽ എല്ലാ വിഷയവും ക്ലാസ് എടുക്കും. ഒരു പിടുത്തം വിട്ടു. ഇപ്പൊ തൽക്കാലത്തെ അറബിയിൽ നമ്മൾ തുടങ്ങിയെന്നുള്ളൂ. എല്ലാം നമ്മൾ എടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഡേഷ് നിയാസും മാഞ്ചാ ലി സിഞ്ചാബ്. അപ്പൊ ഈ മാഞ്ച ചങ്ങായിക്ക് കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് പല്ലൊഴിച്ച് കാട്ടി ചങ്ങായില്ലേ, ചാടിക്കളിക്കുന്ന ചങ്ങായില്ലേ, ചങ്ങായി ഇങ്ങനെ നോക്കി നൊണച്ചിറക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നൊണച്ചിറക്കാന്നൊക്കെ പറയും കോഴിക്കോട് നിന്ന്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ? വായിൽ വെള്ളൂറി ഇങ്ങനെ നിൽക്കുക. വെള്ളൂറി ഇങ്ങനെ നിൽക്കുന്ന ചങ്ങായിയാണ്. ചങ്ങായി ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താ കൊടുക്കുന്നത് പറയാ? എന്ന് പറയും അല്ലെ. ആ ചങ്ങായിക്ക് എന്ത് ചെയ്തു? ആ ചങ്ങായിക്ക് അങ്ങോട്ട് നൽകി അല്ലെ. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരികയാണ്. താഴോട്ട് വരുമ്പോ എന്താ സംഭവം? ഇവിടെ റജുലുൻ സ്വാദിഖുൻ അൻതി റാഖിസത്തുൻ അല്ലെ. റജുലുൻ സ്വാദിഖുൻ അൻതി റാഖിസത്തുൻ. ഇത് നല്ലോണം വൃത്തിയിൽ ഇങ്ങോട്ട് എഴുതാൻ താഴെ വൃത്തിയിൽ എഴുതുക. അത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് അടുത്ത പാട്ടാണിത്. യാ ഇഖ്വാൻ അല്ലേ, അസ്ദിഖു മിനൽ ഇഹ്സാൻ അസ്ദിഖു ലനാ ഉൽവാൻ. പാട്ട് വരുന്നുണ്ട് മോനെ. അസ്ദിഖു മിനൽ ഇഹ്സാൻ അസ്ദിഖു ലനാ ഉൻവാൻ തുതീബു ബിഹിൽ അയ്യാം ബിഹി യസ്മു ഇൻസാൻ അസ്ദിഖു മഅൽ ഖുല്ലാൻ അൻനഫ്സി ഔ പാടട്ടോ അൽ ഇഖ്വാൻ വല്ലഹലി ഔ സുമല. കേൾക്കുന്നില്ലേ? ഈ പാട്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ നിങ്ങളായാലും പിന്നെ യൂട്യൂബ് ചാനൽ വേറെ യൂട്യൂബിലോ ഒക്കെ നല്ല വൃത്തിയിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. വേറെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ ഇട്ടില്ല, അടിപൊളിയുള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹായ് മിഷ പി. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ നമുക്കുള്ള വർക്കിലേക്ക് പോവാം. പാട്ട് ഞാൻ അങ്ങനെ പാടുള്ളൂ. ഞാൻ പാട്ട് പാടി. എനിക്ക് പണ്ട് പാട്ടിന്
സ്കൂളിലൊക്കെ എനിക്ക് ഭയങ്കര പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇവിടെ ഒരുപാട് പ്രൈസ് ഉണ്ട്. പാട്ടിന് തന്നെ എനിക്ക് കിട്ടി. എൻ്റെ പാട്ട് നിങ്ങൾ അങ്ങനെ ഇതാക്കൊന്നും വേണ്ട, ഭയങ്കര പാട്ട് തന്നെ. ഞാൻ എൻ്റെ പാട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാടിത്തരുന്നുണ്ട്. അപ്പോ നുറാജിഉൽ മൻദൂബു വനക്തുബുൽ അൽഫാൽ മഖ്തൂമത്തി ബിന്നൂൻ, നൂനോട് അവസാനിക്കുന്ന വാക്കുകൾ നോക്കാം. ഇഹ്സാൻ, ഉൻവാൻ, പിന്നെ ഏതാ ഇൻസാൻ, ഖുല്ലാൻ, പിന്നെയോ ശുജ്ആൻ, ഇഖ്വാൻ. ആരാടാ ജൗഹറ കേമ ബായി പറഞ്ഞു പോവാണോ? പോവല്ല പാട്ട് പാടുന്നില്ല. ജൗഹറ പോവല്ല പാട്ട് പാടുന്നില്ല കേട്ടോ. ഇപ്പൊ നിർത്തു. ആകെ 30 ആളെങ്ങാനേ ഉള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരോട് ക്ലാസ് എടുക്കണോ? ക്യാമറനോടോ? പോലെ. അപ്പൊ ഈ ഒരു ഇഹ്സാന്, ഉൻവാന്, ഈ സംഭവങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക. നൂനോട് ഇങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ഒരു കവിത തരും പരീക്ഷക്ക്. ഒരു കവിത തന്നിട്ട് ഇവിടെ പറഞ്ഞത് മഖ്തൂമത്തി ബിനൂനാണ് അല്ലെ, നൂനിൽ അവസാനിക്കുന്നത്. ചിലപ്പോ നിങ്ങളോട് പറയും മബ്ദൂഅത്തി, തുടങ്ങുന്നത്. മബ്ദൂഅത്തി ബദഅ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന, മബ്ദൂഅത്തി ബി യാ കൊണ്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ താ കൊണ്ട് തുടങ്ങുന്നത്. അപ്പൊ താ കൊണ്ട് തുടങ്ങുന്ന ഒരു കവിത തന്നിട്ട്, ഒരു പോം തന്നിട്ട് അതിൽ താ കൊണ്ട് തുടങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഴുതി കൊടുക്കാം. നൂന് കൊണ്ട് അവസാനിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് എഴുതി കൊടുക്കാം. അത് ഏറ്റവും വലിയ സംഭവം ഒന്നല്ല അല്ലെ. റിസ ഫാത്തിമ, ഹായ് റിസ ഫാത്തിമ. റാസിൻ, ഹലോ റാസിൻ, ഹൗ ആർ യു റാസിൻ. എടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതിനകത്ത് കമന്റ് ഇടാൻ പറ്റും. കളിക്കല്ലേ നിങ്ങൾ? എന്താണ് നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം. പിന്നെ നമ്മൾ വാട്സപ്പ് ചാനൽ ഉണ്ട് കേട്ടോ. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ചാനലിൽ ക്ലാസ്സുകളൊന്നല്ല അതിലിടുക. അതിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ, എൻ്റെ കുറെ ഫോട്ടോസ്, പിന്നെ നിങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള, എപ്പോഴെങ്കിലൊക്കെ നിങ്ങളൊക്കെ കാണുമല്ലോ, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ഞങ്ങളുടെ സെൽഫി ഒക്കെ എടുത്തിട്ട് ആ സാധനങ്ങൾ, പിന്നെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നതൊക്കെ അതിന് വന്നോളൂ, കയറിക്കോളൂ കേട്ടോ. വാട്സപ്പ് ചാനൽ. ജൗഹറ പോയിട്ടില്ല. ഹായ് ജൗഹറ, ഹൗ ആർ യു? പോയിട്ടില്ല. റയാനോട് ഞാൻ ഹായ് പറഞ്ഞോ? റയാനെ, ഹലോ റയാനെ. ഓക്കെ, റെഡി. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കണം. ഇവിടെ യാ ബബ്ആഇ യാ ബബ്ആഇ അൻത ഹബീബി യാ ബബ്ആഇ യാ ബബ്ആഇ യാ ബബ്ആഇ അന്നി അന്നി യാ ബബ്ആഇ, ഇങ്ങനെയുള്ള ഒരു പാട്ടുണ്ട് ഇവിടെ അല്ലേ. ഈ പാട്ട് നമ്മളോട് പറയാണ് ഉസ്ഫൂറിനെ വെച്ചിട്ട് പാടാം. യാ ഉസ്ഫൂരി യാ ഉസ്ഫൂരി ല്ലേ, يا عصفوري يا عصفوري أنت حبيبي يا عصفوري يا عصفوري يا عصفوري أني أني يا عصفوري. يعني ഉറാബിനെ വെച്ച് നമുക്ക് പാടാം. യാ ഉറാ, ഇതൊരു സാധനം സൗണ്ട് കുറയ്ക്കണം വേണ്ടേ? വെള്ളം കൊണ്ടുവച്ചില്ല. ഇപ്പൊ നിർത്തും തീരാനായി. അത് നിങ്ങൾക്ക് മടുത്തുക്ക് എന്നുള്ള എന്റെ ചിന്ത ഇതാണ്. സൈറണ വന്നത് നിങ്ങൾക്ക് മടുത്തുക്ക് എന്നുള്ളത്. ഇപ്പൊ നിർത്തും. എനിക്ക് മടുത്തിട്ടല്ല, ഇപ്പൊ നിർത്തും. ഓക്കെ, റെഡി. യാ ഉസ്ഫൂരി. അപ്പൊ ഉറാബിനെ വെച്ചാണെങ്കിലോ യാ ഉറാബി യാ ഉറാബി അൻത ഹബീബി യാ ഉറാബി യാ ഉറാബി യാ ഉറാബി അന്നി അന്നി യാ ഉറാബി. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. കഴിഞ്ഞ കൊല്ലം 2ാം ക്ലാസ്സിൽ നമ്മൾ യാസിൻ ജാബി അൻത ഹബീബി യാസിൻ ജാബി നകുലു മാഞ്ചാ യാസിൻ ജാബി, ഇങ്ങനെയുള്ള പാട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടേ. ഞാൻ തന്നെ പാടി തന്നിട്ടില്ല. അപ്പൊ ഇത് പല രീതിയിലൊക്കെ പാടി വെക്കട്ടോ. യാ ബബ്ആഇ യോ 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 യാ ബബ്ആഇ യോ 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 അങ്ങനെ കേട്ടിട്ട് പാടി വെക്കാം. നല്ല ബീജം ഒക്കെ കേട്ടിട്ട്. അപ്പോൾ ഉസ്ഫൂറിനെ വേണ്ടിട്ട് പാട്ട് പാടാം. കഴിഞ്ഞടാ 1ാമത്തെ യൂണിറ്റ് കഴിഞ്ഞതാ. ഇവിടെ എല്ലാ പാഠത്തിന്റെ ഇവിടെ അർത്ഥം ഉണ്ടാവും. അഖദ എടുത്തു, അഴ്ത്ത നൽകി, അമാന വിശ്വസ്തത, ഉസ്വ മാതൃക, ഇസ്തറ വാങ്ങി, ഇൻകസറ പൊട്ടി, ബദ്അ ജസ്റു കൃഷി ചെയ്യാൻ, പിന്നെയോ കൃഷി ചെയ്യാൻ തുടങ്ങി, തതീബു നന്നാക്കുന്നു, തഅജ്ജബ അത്ഭുതപ്പെടുന്നു, ജിനാന് സ്വർഗത്തോപ്പുകൾ, ജവ്വാല് മൊബൈൽ ഫോണ്, കുൻഹാദിറൻ ജാഗ്രത ഉള്ളവനാവുക അല്ലേ. ഉമ്മ പറഞ്ഞിട്ടില്ലേ അവന്റെ ഫോണ് പൊട്ടിയപ്പോ വലിയ മെയിൻ ആയിട്ടില്ലേ, ഉമ്മ ഒന്നും മിണ്ടുന്നില്ല. ലാസ്റ്റ് പറഞ്ഞു ജാഗ്രത ഉണ്ടാവണം എനിക്ക്, ജാഗ്രത കേട്ടാ. ഫോണിനെ പൊട്ടിച്ച് അടിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ജാഗ്രത ഉള്ളവരാവുക. ദീനാറ് സ്വർണ്ണ നാണയം, റദ്ദ അല്ലെ മടക്കി അല്ലെങ്കിൽ തിരിച്ചു നൽകി, സാബിയത്ത് മുമ്പത്തെ മൈലാളിക്ക് കൊണ്ടുപോയിട്ട് സ്വർണ്ണ നാണയം കൊടുത്ത് നമ്മള് അറിഞ്ഞില്ലേ കേട്ടാ. സക്കത്ത വീണു, സാദിയത്ത് സത്യസന്ധൻ, ഉൽബ പെട്ടി, പറയ ഗ്രാമം, കസറ പൊട്ടിച്ചു, മസ്റഅ കൃഷിസ്ഥലം, മുറു എന്ന് പറഞ്ഞാൽ കയ്പ്, മുസാരിയു എന്ന് പറഞ്ഞാൽ കർഷകൻ, നുഖൂദ് ദഹബിയ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങള്, വജദ എന്ന് പറഞ്ഞാൽ കണ്ടു, യസ്മു എന്ന് പറഞ്ഞാൽ ഉയരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ 1ാമത്തെ പാഠം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വാഹിദത്ത് സാനിയ 2ാമത്തെ പാഠത്തിന്റെ റിവിഷനുമായിട്ട് നമ്മൾ ഉടൻ തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോ നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നെ ഇത്രയും നേരം എന്നെ സഹിച്ച, ഈ നട്ടപ്പാതിരക്കും എന്നെ സഹിച്ച ഏകദേശം 20-30ഓളം വരുന്ന എന്റെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്ക് എല്ലാവർക്കും വളരെ ഒരു നന്ദി പറയുകയാണ്. ഇനി വേറെന്താ വേണോ? നന്ദി അല്ലാണ്ട് വേറെന്താ വേണോ? എന്റെ ഐസ്ക്രീം മറ്റേ മടിച്ചിട്ടെ. ഇപ്പൊ രാത്രി ഐസ്ക്രീം തിന്നണ്ട, അതുകൊണ്ട് വേണ്ട. നന്ദി മാത്രം മതി രാത്രി. അപ്പൊ നന്നായിട്ട് പഠിച്ചോ. ബാക്കിയുള്ള വിഷയങ്ങളുടെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ.
ബാക്കിയുള്ള വിഷയങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷയവും എല്ലാത്തിനും ചെയ്യും 1 മുതൽ 4 വരെയുള്ള എല്ലാത്തിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. സെറ്റായിട്ട് നമുക്ക് ഓണപ്പരീക്ഷയിൽ വരുന്ന സെപ്റ്റംബറിൽ ഓണപ്പരീക്ഷ വരുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കിക്കടാ ഫുള്ള് മാർക്ക് ഞമ്മക്കാ കിട്ടുക. കണ്ടങ്ങൾ ഫുള്ള് മാർക്ക് കിട്ടുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്ക്. ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവർ ഇപ്പൊ തന്നെ കയറുക, ഷമീൽ തറോൽ എന്ന് അടിച്ചു നോക്കുക. SHAMEEL ഷമീൽ തറോൽ ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന 2 ഫോട്ടോ ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ സ്റ്റോറി ഇട്ടിട്ട് എന്നെ മെൻഷൻ ചെയ്യുക. ഞാൻ റീമെൻഷൻ ചെയ്യുന്നതായിരിക്കും. എന്നെ ഫോളോ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചെറിയ മക്കൾക്കും, ചെറിയ മക്കളെ ഞങ്ങൾ 3-ലെത്തിയില്ലേ, വലിയ മക്കളായി, ചെറിയ മക്കളൊക്കെ 1 മക്കൾ, നിങ്ങൾ വലിയ മക്കളാണ്. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ, ടാറ്റ ടാറ്റ. ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ടാറ്റ ബൈ ബൈ.